അപ്പോൾ നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്ന പോർഷൻസ്. ശരിക്കും പറഞ്ഞാൽ 5 ലോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗേ-ലുസാക്സ് ലോ, അതുപോലെ അവോഗാഡ്രോസ് ലോ. ഇങ്ങനെ 4 ലോകളാണ് നോക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളത്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് തന്നത് ആന്റോയിൻ ലവോയിസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. അതിൽ ഇത്രയും ഉള്ള കാര്യം ആന്റോയിൻ ലവോയിസിയർ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇതെടുക്കാന്ന് വെച്ചോ, ഇവിടെ ഒരു കാർബൺ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, അത് 12 ഗ്രാം എടുക്കാന്ന് വെച്ചോ, അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ O2 ആണ്, 32 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സിയും ഓക്സിജനും കൂടി ചേർന്നിട്ട് നമുക്ക് CO2 തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ പ്രോഡക്റ്റ് വരാം, അതിന്റെ വാല്യൂ നോക്കി അതിന്റെ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ 44 ഗ്രാം ആയിരിക്കും. എങ്ങനെ കിട്ടി 44 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ്. അതായത് നമ്മളിവിടെ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് എടുത്തു കഴിഞ്ഞാൽ 12 + 32 എന്ന് പറഞ്ഞാൽ 44 ഗ്രാം ആണ് വരാം. അതേപോലെ തന്നെ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും, കാരണം CO2 എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രോഡക്റ്റ് ഉള്ളൂ 44. കണ്ടില്ലേ, ഇവിടെ രണ്ടുപേർത്തും പ്രോഡക്റ്റുകളുടെ എമൗണ്ട് സെയിം ആ വരുന്നു. സോറി, ടോട്ടൽ മാസ് എന്ന് പറയുന്ന റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും സെയിം ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു റിയാക്ഷൻ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. എവിടെ നോക്കിയാലും റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും മാസുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വിളിക്കുക. അതായത് മാസ് എവിടെയും പോണില്ല, മാസ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഇരിക്കുക. എത്രയാണോ നമ്മൾ മാസ് എടുത്തത് റിയാക്ടൻസിൽ, അത്ര തന്നെ എന്തെങ്കിലും ഉണ്ടാവും, പ്രോഡക്റ്റുകളിലും ഉണ്ടാവുന്നുണ്ടാവും. So in a chemical reaction, the total mass of the products will be equal to the total mass of reactants. ഇതാണ് നമ്മുടെ കാര്യം. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, മാസ് എവിടെയും പോണില്ല, മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതും നമുക്ക് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് വരാം. അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ C+O2 CO2. 12 ഗ്രാം 32 ഗ്രാം കൂടി ചേർന്ന് 44 ഗ്രാം. അത് കണ്ടുപിടിച്ച് തന്നത് നമുക്ക് ആന്റോയിൻ ലവോയിസിയർ ആണ്. സോ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന കാര്യം. ഇനി അടുത്തതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ഞാൻ ആദ്യം തന്നെ പറയാൻ നോക്കാം. CO2 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വെച്ചു, പല രീതിയിൽ നമുക്ക് CO2 ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഒന്നിലേക്ക് Na2CO3 ഹീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ Na2CO3യും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CO2 ഉണ്ടാവും. കാരണം സോഡിയം കാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ് ദ സെയിം ടൈം നമുക്ക് HCl-ഉം CaCO3യും കൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും, റിയാക്ഷൻ നടക്കും. അങ്ങനെ 2 രീതിയിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അവിടെ ഉണ്ടാവുന്ന CO2 ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, അവിടുത്തെ CO2-ലെ കാർബണിന്റെയും ഓക്സിജന്റെയും മാസുകൾ ഞാൻ റേഷ്യോ എടുക്കാൻ പോവാന്ന് വെച്ചോ. അപ്പോൾ കാർബൺ 12 ഗ്രാം ആണ് ഉണ്ടാവുക, 12 കാർബണിന്റെ മാസ്. ഓക്സിജൻ ഒരാളാണെങ്കിൽ 16, 2 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് 32 വരും. ഇപ്പോൾ ഇതിന്റെ റേഷ്യോ എടുക്കാന്ന് വെച്ചാൽ കാർബണിന്റെ ഓക്സിജന്റെ 12:32, 1:3:8 തന്നെ ആയിരിക്കും വരാം. ഓൾവേസ് എവിടെ നിന്ന് പോയാലും എങ്ങനെയൊക്കെ എടുത്താലും ഒരു CO2 എന്ന് പറഞ്ഞൊരു സാധനമാണെങ്കിൽ അതിന്റെ മാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CO2 ആണോ, റേഷ്യോ എന്തായിരിക്കും, മാസിന്റെ റേഷ്യോ 3:8 തന്നെ. അത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയ CO2 ആണെന്ന് പറഞ്ഞാലും ശരി, CO2 ആണോ, റേഷ്യോ ബൈ മാസ് എന്ന് പറയും 3:8 ആയിരിക്കും. അപ്പൊ അതായിരുന്നു നമ്മുടെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. വാട്ടർ ഒരു കെമിക്കൽ കോമ്പൗണ്ട് എപ്പോൾ ഉണ്ടാകുമ്പോഴും അതിലുള്ള എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്ന ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദി സെയിം എലമെന്റ്സ്. ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെയിം എലമെന്റുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ദാറ്റ് ടു കമ്പൈൻഡ് ഇൻ ദ സെയിം പ്രപ്പോർഷൻ ബൈ മാസ്. അതായത് എവിടെയൊക്കെ പോയാലും സെയിം പ്രപ്പോർഷനിൽ തന്നെ ആയിരിക്കും വരാം. ഇതായിരുന്നു നമ്മുടെ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2O എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. H2O ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുത്താലും നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിൽ നിന്ന് എടുത്താലും നോർമൽ ടാപ്പ് വാട്ടർ എടുത്താലും H2O തന്നെ ആയിരിക്കും. അതിൻ്റെ റേഷ്യോ വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈഡ്രജൻ്റെ 2 എന്നാണ്, ഓക്സിജൻ വരുന്ന 16 ആണ്. സോ 1:8 ആയിരിക്കുമല്ലോ അവിടുത്തെ മാസ് വരാം, റേഷ്യോ ബൈ മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് വാട്ടർ ആയാലും H2O ആണ്, 1:8 തന്നെ ആയിരിക്കും മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഉള്ളതിൽ വെച്ചിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ കാണിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം.
നോക്കിയാടാം. ഇതിൽ ഇഫ് 2 elements can combine to form more than one compound, അതായത് ഒന്നിൽ കൂടുതൽ 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമെന്ന് വെച്ചോ. ഓക്കെ, 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ H2ഉം O2ഉം കൂടി ചേർന്ന് ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകാം, പ്ലസ് വേറൊരു സാധനം കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും, മറ്റേ ആളുടെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ഇപ്പൊ ഹൈഡ്രജൻ 2 കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും ഓക്സിജന്റെ ഒപ്പം. ഒന്ന് വെള്ളമാണ്, അപ്പൊ ഞാൻ അതിന്റെ മാസ് നോക്കിയപ്പോൾ H2 പ്ലസ് ഹാഫ് O2 കാരണം H2O എന്ന് എഴുതുമ്പോഴത്തേക്ക് ഒരു ഓക്സിജൻ വരുള്ളൂ. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1/2 ടേക്കുന്നത്. അപ്പോൾ ഹാഫ് O2 ഗീവ്സ് H2O. മാസുകൾ എഴുതുമ്പോൾ 2 വരും, ഓക്സിജൻ 16 gram ആണ്, 18 ആയിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു കേസും കൂടി എഴുതുകയാണ്, ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2 എന്ന് പറയുന്നത്. അപ്പോൾ H2ഉം O2ഉം കൂടി റിയാക്ട് ചെയ്തിട്ട് H2O2 ആയിട്ട് മാറും. അപ്പം 2 gram 32 gram ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 34 gram ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ H2ന്റെ മാസ് ഇവിടെ 2 സ്ഥലത്തിലും ഫിക്സഡാണ്, 2 gram തന്നെ വരാം. അപ്പോൾ ഒരാളെപ്പോഴും ഫിക്സഡ് മാസ് ഉള്ള ആളുണ്ടാവും. ഇനി ഒരാളുടെ മാസ് എന്താ, ഒരു എലമെന്റിന്റെ മാസം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, 16ഉം 32 വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ റേഷ്യോ എടുക്കാൻ പോകാന്ന് വെച്ചാൽ ഓക്സിജൻ 2 കേസസിലുള്ളതിന്റെ റേഷ്യോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് വേരിയബിൾ മാസാണ്, ഡിഫറെൻറ്റ് മാസസ് ആണ് വരാം. അപ്പോൾ ഒരാളുടെ മാസ് ഫിക്സഡ് ആണ്, മറ്റേയാളുടെ മാസ് ഡിഫറെൻറ്റ് മാസസ് ആണ് വരുന്നത്, ഒരു എലമെന്റിന്റെ മാസുകൾ. ഇപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ O2 എന്ന് പറയുന്നത് 16:32, ദാറ്റ് ഈസ് 1:2 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും വരാം കേട്ടോ. 1:2 എന്ന് പറഞ്ഞ ഫോമായിരിക്കും. സോ 16:32 ആണ്, 1:2 എന്ന് പറഞ്ഞ ഫോമായിരിക്കും വരുന്നത്. സോ ഇവിടെ നോക്കിയാൽ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അതിൽ എന്താ സംഭവിക്കാന്നറിയോ? സാറേ ആ സ്റ്റേറ്റ്മെന്റ് കാണിച്ചോ. എന്താ സംഭവിക്കാന്നറിയോ? ഒരു എലമെന്റിന്റെ മാസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, മറ്റേ എലമെന്റിന്റെ മാസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് മാസ് ഉള്ള ആള് എപ്പോഴും നമ്മൾ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കേട്ടോ. അതായത് ഡിഫറെൻറ്റ് മാസസ് വരുന്ന എലമെന്റിന്റെ ആ ഡിഫറെൻറ്റ് മാസസ് തമ്മിൽ നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അത് ഇത്രയും കൂടി ടഫാണ് ഇതിൽ എഴുതിയേക്കുന്നത്, കാരണം സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം, മാസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് ദി ഫിക്സഡ് മാസ്. ഒരു എലമെന്റിന്റെ മാസ് വിച്ച് കമ്പൈൻസ് വിത്ത് ദ ഫിക്സഡ് മാസ്, ഫിക്സഡ് മാസ് ഉള്ള എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റ് ഡിഫറെൻറ്റ് മാസസ് ഉള്ള എലമെന്റിന്റെ എപ്പോഴും മാസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ആ കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് മാറ്റി കഴിഞ്ഞാൽ മാസ് ഓഫ് വൺ ഓഫ് ദി എലമെന്റ് ഈസ് ഇൻ ദ ഫിക്സഡ് റേഷ്യോ, സ്മോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അതായത് ഒരു എലമെന്റിന്റെ മാസ് എപ്പോഴും ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും നിൽക്കുക, മറ്റേത് ഫിക്സഡ് ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് ഉള്ള. അങ്ങനെ 3 സെക്ഷനായിട്ട് മാറ്റിയാൽ മാത്രമേ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. അതായത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാകും എങ്കിൽ അവിടെ 2 മാസസ് നമ്മൾ പറയും. ഒരു എലമെന്റിന്റെ മാസം അവിടെ ഫിക്സഡ് ആയിരിക്കും, രണ്ടാമത്തെ വേറൊരു എലമെന്റ് ഉണ്ടാവും, അതിന്റെ മാസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറെൻറ്റ് മാസമുള്ള ആളുടെ റേഷ്യോ എടുത്താൽ അതൊരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും, 1:2, 3:2 അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ റേഷ്യോ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ. ഡിഫറെൻറ്റ് മാസസ് ഉള്ള ആളുടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും, 1:2, 2:3 അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫോമിലുള്ള കാര്യമായിരിക്കും കിട്ടാം. അപ്പോൾ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. സോ ഉള്ളതിൽ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ പോകുന്ന സാധനം ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നോക്കിയേക്കാം, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് നോക്കണം. ഇനി അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ലോസ് വരാം. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ മെയിൻലി ലോ ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ട് ലോ ഐഡന്റിഫൈ ചെയ്യാനും നോക്കും. അപ്പോൾ ഇത്രയും നോക്കാം. ഏതെങ്കിലും 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടായിട്ടുള്ള കേസുകളാണ് പറയുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് H2 to form water and H2O2, then find which law is associated with it. ഏത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 കേസ് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ 2 കോമ്പൗണ്ടുകളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് ലോ ആയിരിക്കും? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും, വേറെ ഒന്നും നോക്കണ്ട. ഇനി ഒറ്റ കോമ്പൗണ്ടിന്റെ കാര്യം ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫിക്സഡ് റേഷ്യോയിൽ ഒറ്റ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്.
കൺസർവേഷൻ ഓഫ് മാസിന്റെ അതേപോലെ തന്നെ. അപ്പോൾ ഏത് ലോ ആണ് ആ ലോ സ്റ്റേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിക്ക് ചോദിക്കാം. അപ്പം എന്തായാലും എക്സാമ്പിൾ പഠിച്ചിരിക്കാം, പ്ലസ് ഈ ഒരു കാര്യം കൂടി നോക്കിയേക്കാം. ഇനി ഒരു 2 സിമ്പിൾ ലോയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്നത്. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്നത് സാറെ കാണിച്ചോ. ഓക്കെ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡ് കാണിച്ചോ കേട്ടോ. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്നത് ഗ്യാസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാസ് തന്നെയാണ് റിയാക്ട് ചെയ്തിട്ട് ഗ്യാസുകൾ തന്നെയാണ് പ്രോഡക്റ്റ് വരുന്നതെന്ന് നോക്കിക്കോ. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇപ്പോൾ H2 + Cl2 gives 2HCl എന്ന് പറഞ്ഞിട്ടാണ് നോക്കാം. നോക്കിയാടാ, ഒരു Hഉം ഒരു H2 ആണ്, അതായത് ഒരു വോളിയം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെടുക്കാം. അതേപോലെ Cl2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? ഒരെണ്ണമാണ്. അപ്പോൾ ഒരു വോളിയം Cl2 കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര HCl ഉണ്ടാകുന്നുണ്ട്? 2 വോളിയം. നമ്മളിവിടെ വോളിയം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു H2 ഒരു Cl2 ഒപ്പം റിയാക്ട് ചെയ്ത് 2 HCl ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടുത്തെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? എല്ലാത്തിൻ്റെ H2ഉം Cl2ഉം HCl-ൻ്റെയും H2 1 ആണ്, Cl2 1 ആണ്, HCl 2 ആണ്. അപ്പോൾ 1:1:2 എന്നുള്ള സിമ്പിൾ റേഷ്യോ. അതായത് ഗ്യാസ് എപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോഴും അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കുള്ളൂ വോളിയത്തിൻ്റെ ഇടയിൽ വരുന്നത്. സോ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്ട്സ്. എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും വോളിയങ്ങൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എപ്പോൾ ഗ്യാസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗ്യാസുകൾ തന്നെ പ്രോഡക്റ്റുകൾ വരികയാണെങ്കിൽ. ഇതാണ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, വേഗം പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഗേഷ്യസ് ലോ എന്ന് പറയുന്നത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരെണ്ണം കൂടിയുണ്ട്, അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അവോഗാഡ്രോസ് ലോ നമ്മൾ 2 രീതിയിലാണ് പറയുന്നത്. സർ കാണിച്ചോ. അവോഗാഡ്രോസ് ലോയിൽ പറയുന്നത്, അതായത് അവോഗാഡ്രോസ് ലോ നമുക്ക് 2 രീതിയിൽ പറയാം. നമ്മൾ 10ൽ പഠിച്ചേക്കുന്ന ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് പറഞ്ഞേക്കുന്ന സെറ്റും ഉണ്ട്. അതായത് അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ ഗ്യാസിന്റെ വോളിയം ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിളിലായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാം. ഇതാണ് ഗേ-ലുസാക്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡിപെൻഡന്റ് ഓഫ് ദി ടൈപ്പ് ഓഫ് ദി ഗ്യാസ്, ഏത് ഗ്യാസ് ആയിക്കോട്ടെ നമ്മൾ ഈക്വൽ വോളിയം എടുക്കുകയാണെങ്കിൽ ആ ഗ്യാസുകളിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും കേട്ടോ. ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അവരയിൽ വരുന്നത് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും വരാം. സോ ഗ്യാസസിൻ്റെ ഈക്വൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് വരുന്നതെങ്കിൽ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അവരുടെ ഇടയിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും വരാം. ഇതാണ് അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. 2 രീതിയിലും പറയാം, ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് 5 എണ്ണമാണ് നമ്മുടെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എങ്കിൽ ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. ആൻഡ് ദാറ്റ് തിയറി വാസ് കോൾഡ് ആസ് ദി ആറ്റോമിക് തിയറി. അതായത് ഈ പറഞ്ഞ സമയത്തൊന്നും ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഒന്നും പറഞ്ഞ സമയത്ത് നമുക്ക് ആറ്റത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എല്ലാം തന്നെ ഒന്ന് ഫുള്ളായിട്ട് പഠിച്ചിട്ട് ഡാൾട്ടൺ ആണ് ആറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള തിയറി പറഞ്ഞു. ഒരു 6 പോസ്റ്റുലേറ്റുകളാണ് വരുന്നത്. നോക്കാം. ഫസ്റ്റത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്: മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതായത് മാറ്റർ നമ്മുടെ നോർമൽ എന്തൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചോ. ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. കഷ്ണങ്ങളാക്കി ചെറുതാക്കി ഫൈനലി നമുക്കൊരു പോയിന്റ് എത്തും. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ അങ്ങനെ ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിസിബിൾ എന്ന് പറയാം. അപ്പോൾ ഡാൾട്ടൺ പറഞ്ഞു നമുക്ക് ഡിവൈഡ് ചെയ്ത് മാക്സിമം ഒരു പോയിന്റ് വരെ എത്താൻ പറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ പോയിന്റിൽ അതിനെ നമ്മൾ വിളിക്കും, ആ പാർട്ടിക്കിൾസിനെ വിളിക്കും ആറ്റം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആസ് ആറ്റംസ്. ഇനി സെയിം എലമെന്റിന്റെ ആറ്റംസ് എല്ലാം തന്നെ ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും, അവർക്കെല്ലാം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും വരാം. ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആണെങ്കിലോ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും വരാം, കാരണം ഡിഫറെന്റ് അല്ലേ, അപ്പോൾ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും വരാം. ഇതായിരുന്നു 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുന്നത് വരുന്നത്, ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ, അതൊരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ആയിട്ട് മാറുക. ഫൈനലി ഡാൾട്ടൺ പറഞ്ഞു ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൽ 2-3 ലോസ് ഒക്കെ മറിഞ്ഞ് കിടപ്പുണ്ടല്ലേ. ഇതിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായിട്ട് റിലേറ്റ് ചെയ്തേക്കണ ഏതാ, ഏത് ലോയാ? ഇതിൽ 5ാമത്തെ കിടക്കുന്ന ലാസ്റ്റ് കിടക്കുന്ന സാധനം
ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അടിപൊളി. അപ്പോൾ ഈ സാധനം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് ലോയിൽ പറഞ്ഞ കാര്യം ഡാൽട്ടൺ ആറ്റത്തിന്റെ ബേസിൽ പറഞ്ഞു. ആറ്റംസ് ആണ് ഇറ്റ് ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇത് ലോ ഓഫ് കൺസേർഷൻ ഓഫ് മാസിനെ. അപ്പോൾ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ഏതായിരിക്കും? അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന സാധനം തന്നെ. എന്താ? കോമ്പൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു കോമ്പൗണ്ട് ഒരു 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ആണ് നോക്കുമ്പോൾ ഇപ്പോൾ അതിലെ കേസ് പറയുന്നതാണ് ഈ ഒരു കാര്യം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ലോസ് ഈ പോസ്റ്റുലേറ്റുകൾ എന്തായാലും നോക്കുക. അതിലൊരു മിനിമം ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചിരിക്കുക. മേജർലി ഇതിൽ ചോദിക്കാറ് ആദ്യത്തെ 2 എണ്ണം അവസാനത്തെ 2 എണ്ണം എന്തായാലും പഠിച്ചിരിക്കുക. ഡയറക്ട്ലി ചോദിക്കുന്ന കുറവാണ്, എന്നാലും ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 2 or 3 പോസ്റ്റുലേറ്റ് എങ്കിലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് നോക്കി, ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി നോക്കി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതിൽ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ആയിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇത് ഏത് ലോ ആണ് എന്നുള്ളതും ആ ലോ സ്റ്റേറ്റ് ചെയ്യാനുള്ള രീതിക്ക് ചോദിക്കും. അപ്പോൾ എന്തായാലും നോക്കാം, കൃത്യമായിട്ട് പഠിക്കാം. സോ ഓൾ ദ ബെസ്റ്റ് കേട്ടോ.